ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ വൻ വർധന. 712 കോടി 96 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ്. രണ്ടാമത് തിരുവനന്തപുരം പവർ ഹൌസ് ഔട്ട്ലെറ്റിലും. പുതുവത്സര തലേന്നാണ് റെക്കോർഡ് മദ്യവിൽപ്പന നടന്നിരിക്കുന്നത്. ഇന്നലെ മാത്രം 108 കോടി രൂപയുടെ മദ്യം വിറ്റിരിക്കുന്നു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, വലിയ കണക്കാണ്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ഒരു താരതമ്യം നടത്തുമ്പോൾ എന്താണ് വ്യത്യാസം? സ്മൃതി, ക്രിസ്മസ് പുതുവത്സര ഈ മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വിൽപ്പന തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വെബ്കോ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ മാസം 22 മുതൽ ഇന്നലെ വരെയുള്ള 31 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 712 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നിരിക്കുന്നു. ഇതിൽ ഏകദേശം 15 കോടിയുടെ അധിക വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 697.05 കോടിയുടെ വിൽപ്പന നടന്നുവെങ്കിൽ ഇപ്പോൾ അത് 712 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ 15 കോടിക്ക് മുകളിലുള്ള അധിക വിൽപ്പന നടന്നിരിക്കുന്നു. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ മദ്യവിൽപ്പനയിൽ ഉണ്ടായ വർധനവും ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നിരിക്കുന്നത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ്. ഒന്നാം സ്ഥാനത്ത് പാലാരിവട്ടം ഔട്ട്ലെറ്റും രണ്ടാം സ്ഥാനത്ത് തൊട്ട് പിന്നിലുള്ളത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലുള്ള ബിവറേജിലുമാണ്. ഈ പവർ ഹൗസ് റോഡിലുള്ളതിൽ പ്രീമിയർ അടക്കമുള്ള കണക്കുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനം തിരുവനന്തപുരം നേടിയെടുത്തിരിക്കുന്നത്. മൂന്നാം സ്ഥാനവും എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്തെ ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ബെബ്കോയ്ക്കാണ് മൂന്നാം സ്ഥാനം. നാലാം സ്ഥാനത്തുള്ളത് കൊല്ലം ആശ്രാമം മൈതാനത്തിന് സമീപമുള്ള ബെബ്കോയിലുമാണ്. ഇത്തരത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊല്ലം ഇത്തവണ 4ാമത് പോയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തിൽ കൊല്ലം മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് 4ാം സ്ഥാനം. അതുപോലെ തന്നെ ചാലക്കുടി തൊട്ടു പിന്നാലെയും ആയിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്മസ് ദിനത്തിന് വന്നിട്ടുള്ള മദ്യവിൽപ്പനയിലും റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. 152 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ തവണ 24, 25 തീയതികളിൽ നടന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 29 കോടി രൂപയുടെ അധിക വിൽപ്പന അപ്പോഴും നടന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 122 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നെടുത്താണ് 152 കോടി രൂപയുടെ മദ്യവിൽപ്പന ഇപ്പോൾ നടന്നു എന്നുള്ളത് അറിയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതുവത്സര ദിനത്തിന്റെ കണക്കുകൾ കൂടി ചേർത്ത് 712 കോടി രൂപയുടെ വിൽപ്പനയാണ് സ്മൃതി ഇത്തവണ നടന്നിരിക്കുന്നത്.